അപ്പോൾ ഞാൻ സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണം ശരിക്കും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ബിസിനസ് മാനേജ്മെൻറ്റിന് പഠിച്ചുകൊണ്ടിരുന്ന കോളേജ്, അതായത് സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്താണ്. ഒരു 5-10 മിനിറ്റ് വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈവനിംഗ് ഒക്കെ ഞാൻ ചില ദിവസങ്ങളിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ആക്ടേഴ്സ് ഇല്ല, ഇവിടെ ആക്ടിംഗ് കോഴ്സ് ഇല്ലാത്ത കാരണം അവർ പുറത്തുനിന്ന് ആക്ടേഴ്സിനെ ഹയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഹയർ ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ ഡയലോഗ് എക്സസൈസിനും പിന്നെ ലൈറ്റ് അപ്പ് എക്സസൈസിനും അതുപോലെ തന്നെ ഡിപ്ലോമ ഫിലിംസും ഒക്കെ ഞാൻ പോയി ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആക്ടിങ്ങിനോടൊരു ചെറിയൊരു ഒരു 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 ഒരിതുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ആക്ടിങ്ങിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മുള എന്നിൽ ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പൂനെയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു ഒരു വർഷം ഒന്ന് അഭിനയം ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് മദ്രാസിലെത്തുകയും മദ്രാസിൽ വെച്ച് ഭരതേട്ടനെ കാണുകയും ചെയ്തു. അങ്ങനെ ഭരതേട്ടനെ കണ്ടു. അപ്പോൾ ഭരതേട്ടൻ ചിലമ്പ് എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ വർക്കിലായിരുന്നു. ആ ചിലമ്പിലേക്ക് മാർഷൽ ആർട്സ് അറിയാവുന്ന ഒരു വില്ലനെയാണ് പുള്ളി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കറക്റ്റ് സമയത്ത് പുള്ളിയെ കണ്ടതൊരു നിമിത്തമായിരുന്നു. ആ പടത്തിനകത്ത് റഹ്മാനായിരുന്നു ഹീറോ. അപ്പോൾ റഹ്മാൻ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു വില്ലൻ, ജയൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളിക്ക് തോന്നി എൻ്റെ ഒരു അപ്പിയറൻസും എൻ്റെ ഒരു മാർഷൽ ആർട്സിലുള്ള ഒരു സംഭവം എല്ലാം വെച്ചിട്ട് ആ ക്യാരക്ടറിന് ഞാൻ സൂട്ടബിൾ ആണെന്ന് പുള്ളിക്ക് തോന്നിയതുകൊണ്ട് പുള്ളി എന്നെ പടത്തിൽ കാസ്റ്റ് ചെയ്തു. ആ പടം ഷൂട്ടിങ് കഴിഞ്ഞു. ഞാൻ വളരെ ഹാപ്പിയായി. ഒരു പടത്തിൽ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു, അത് അഭിനയിച്ചു. പിന്നെ അതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാസിൽ സാറിൻ്റെ ക്യാമ്പിൽ നിന്നൊരു ഫോൺ ഭരതേട്ടനെത്തി. ഇങ്ങനെ ബാബു ആന്റണി എന്ന് പറയുന്ന ആക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പുള്ളിയുടെ സ്റ്റില്ല് നാനയിൽ വന്നിരുന്നു. നാനയിൽ എൻ്റെ ഒരു സ്റ്റില്ല് വന്നിരുന്നു. അത് കണ്ടിട്ടാണ് ഫാസിലും ഇന്നത്തെ സിദ്ദിഖ് ലാലും എല്ലാം കൂടെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്ത്. അപ്പോൾ അവർ ഭരതനെ കോൺടാക്ട് ചെയ്യുന്നു. ഭരതേട്ടൻ എന്നോട് പറയുന്നു, നിന്നെ ഇങ്ങനെ ഫാസിൽ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഫാസിൽ സാറിനെ കണ്ടു. അപ്പോൾ പുള്ളിയുടെ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ വർക്കിലായിരുന്നു പുള്ളി ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ വില്ലന് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടറിന് ഞാൻ സൂട്ടബിൾ ആകുമെന്ന് പുള്ളിക്ക് തോന്നി. ആ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയുന്ന പടത്തിലേക്ക് പുള്ളി എന്നെ കാസ്റ്റ് ചെയ്തു. ആ പടം പിന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി അങ്ങനെ എല്ലാ ലാംഗ്വേജിലിട്ട് 5 ലാംഗ്വേജിലിട്ട് റീമേക്ക് ചെയ്തു. ആ റീമേക്ക് ചെയ്തപ്പോൾ ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാം എന്നെ ഈ ലാംഗ്വേജിൽ ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മറ്റുള്ള ലാംഗ്വേജിലേക്ക് ഒരു ബ്രേക്ക് കിട്ടി. അങ്ങനെയാണ് ശരിക്കും ഞാനൊരു ആക്ടറാകുന്നത്. അങ്ങനെ ആ ഒരു സംഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വൈശാലി എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളുമായിട്ട് ഭരതേട്ടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭരതേട്ടൻ്റെ ഭാവനയിൽ വൈശാലിയിലെ രാജാവ് ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് തോന്നി. അത് കാരണം എന്നെ കാണുന്നതിന് 5 വർഷം മുമ്പ് വരച്ച ചില സ്കെച്ചുകൾ പുള്ളിയുടെ ഉണ്ടായിരുന്നു. ആ സ്കെച്ച് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ തന്നെയാണ്, അതായത് എൻ്റെ അതേ സ്ട്രക്ചറാണ് ആ രാജാവിനുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഭരതേട്ടൻ്റെ ആ ഒരു ഇമാജിനേഷൻ, അതായത് എന്നെപ്പോലുള്ള ഒരു പുതിയ ഒരാളിനെ ഇതുപോലെ ശക്തമായൊരു കഥാപാത്രത്തിന് പുള്ളി തിരഞ്ഞെടുത്ത പുള്ളിയുടെ ഒരു ഇമാജിനേഷനുള്ള സങ്കല്പിക്കാനുള്ളൊരു കഴിവാണ്. അപ്പം അങ്ങനെ വൈശാലി ചെയ്യുന്നു. വൈശാലിയോട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആക്ടർ എന്നുള്ള ഒരു ലേബൽ എന്നെ തേടിയെത്തി. അങ്ങനെയാണ് പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തെന്നുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഒരു സിനിമയിലേക്കുള്ള ഒരു പ്രവേശനവും. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അതിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾക്കറിയാം. ഈ മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് ശരിക്കും ആയോധന കലകളുടെ ഒരു സംഭരണമാണ്, ഒരു ഫിലോസഫിയാണ്, ഒരു മതമാണ്, ഒരു ഡിസിപ്ലിനാണ്, ഒരു ലൈഫാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് എ പാന്തർ ആൻഡ് ദ റിതം ഓഫ് എ ഡാൻസർ എന്നാണ് പറയുന്നത്. ഈ മാർഷൽ ആർട്ടിലേക്കുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വെറും ഒരു മാർഷൽ ആർട്ട് സ്റ്റുഡൻറ്റും അധ്യാപനവും എന്നുള്ളതല്ല. ഇനിയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിൻറ്റിന് കാരണമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കാരണമാണ് എനിക്ക് സിനിമയിൽ തന്നെ ഈ ഒരു നിലയിലേക്ക് ഉയരാൻ സാധിച്ചത്. അദ്ദേഹം എന്നെ മാർഷൽ ആർട്സ് പഠിപ്പിച്ചു. അതായത് കരാട്ടയുടെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിക്കുകയും അത് എൻ്റെ സിനിമാ ജീവിതത്തിന് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറുകയും ചെയ്തു. അങ്ങനെയാണല്ലോ ഞാൻ ചിലമ്പിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. കരാട്ടെ അറിയാവുന്ന ഒരാളെ വേണമായിരുന്നു അതിനകത്ത്. അപ്പം എൻ്റെ മാസ്റ്ററായ സെബാസ്റ്റ്യൻ മാസ്റ്ററെ ഞാൻ പരിചയപ്പെടുത്തും. ഇനി മാസ്റ്റർ നിങ്ങളോട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയും. ഞാൻ 1980 പൊന്നുകുന്നത്ത് വന്ന് ചാർജ് എടുക്കുന്നത്. KSRTCയിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ ഞാൻ കരാട്ടെ അതിനു മുമ്പ് തന്നെ സെൻസൈ കുപ്പസ്വാമിയുടെ കീഴിൽ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആളാണെന്നറിഞ്ഞപ്പം ബാബു പൂനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അവിടെ നിന്ന് അവധിക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കരാട്ടെ ട്രെയിൻ ചെയ്യണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ കുറച്ച് ദിവസത്തേന് ഈ വെക്കേഷൻ്റെ ഈ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. എങ്കിലും
അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മൂലം വന്ന് എൻ്റെ അടുത്ത് ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ചു നിൽക്കാൻ മെൻ്റൽ പവറുള്ള ഒരാളാണെന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ആ ഒരു ഇതിനു വേണ്ടിയാണോ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ നല്ല നിലയിൽ തന്നെ തുടക്കത്തിലെ പ്രാക്ടീസ് കൊടുത്തു. അത് ശരിക്കും റിയാക്ട് ചെയ്തു. അദ്ദേഹം വൊമിറ്റ് ചെയ്യുകയും തലകറങ്ങി വീഴുകയെല്ലാം ചെയ്തു. അപ്പോൾ അന്നത്തെ ട്രെയിനിങ് അവിടെ നിർത്തി. പിറ്റേ ദിവസം വരിക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് ഇവിടെ വെക്കേഷൻ ഉണ്ടായിരുന്നിടത്തോളം കാലം ട്രെയിൻ ചെയ്തു. ഏതാണ്ട് 6 മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തീരുന്ന PT1 എന്ന് പറയുന്ന മൂവ്മെൻറ്റ് അദ്ദേഹം വെറും 15 ദിവസം കൊണ്ട് അത് പഠിച്ചെടുക്കുകയും വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് ഓരോ പ്രാവശ്യം വെക്കേഷൻ വരുമ്പോഴും എൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യും. ഞാനന്ന് 6 ക്ലാസ്, ഒരു ആഴ്ചയിൽ 6 ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു 3 സ്ഥലത്തായിട്ട്. ഈ 6 ക്ലാസ്സും എൻ്റെ കൂടെ വന്ന് ട്രെയിൻ ചെയ്ത് അതേമാതിരി അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം പോലെ തന്നെ വളരെ വേഗം ഈ ആർട്ടിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്തു. അദ്ദേഹത്തെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പല അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂകളിലും അദ്ദേഹം എന്നെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ആർട്ട് അദ്ദേഹത്തെ എങ്ങനെ സഹായിച്ചുവെന്നും അത് പുള്ളിയുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് തീർന്നിട്ടുണ്ടെന്നും എല്ലാ സ്ഥലത്തും വ്യക്തമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ മാഷിനെ ഒന്ന് പരീക്ഷിക്കുമായിരുന്നു. അത് നമ്മൾ ഇനി പിടിച്ച് നിൽക്കുക, അത് വെറുതെ ഒരു ഒരു തിളപ്പാണോ എന്നറിയാൻ. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം മാഷിനെ പോലെ ഒരു ഇൻസ്ട്രക്ടറെ, മാർഷൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടറെ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇപ്പോഴത്തെ അന്ന് പോലും ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് മാർഷൽ ആർട്സ് പഠിപ്പിക്കുകയും പൈസ വാങ്ങുകയും അങ്ങനെയുള്ള ബിസിനസ് പരമായ രീതിയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ മാഷ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ടോട്ടലി 100% ഡെഡിക്കേഷനാണ്. ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ആർട്ട് അതിൻ്റെ ഒരു സ്വല്പം പോലും വ്യത്യാസം ഇല്ലാതെ അതിൻ്റെ അതേ കറ തീരാതെ ഒട്ടും കറ ചേർക്കാതെ അത് പ്രാക്ടീസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം സെബാസ്റ്റ്യൻ മാഷ് എൻ്റെ ലൈഫിലേക്ക് വന്നത് വളരെ അനുഗ്രഹമാണ്, ഒരു വലിയൊരു സമ്പത്താണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ആർട്ട് ഇതുപോലെ നല്ല രീതിയിൽ പഠിക്കാനും അത് നല്ല രീതിയിൽ സിനിമയിൽ തന്നെ പ്രകടിപ്പിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായത്. ഇതാണ് എൻ്റെ കുടുംബം. സേ ഹലോ. അപ്പം ഞങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു, എങ്ങനെ വിവാഹം കഴിച്ചു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. ഇൻ്റർനെറ്റ് വഴി പരിചയപ്പെട്ടു എന്നുള്ളതൊക്കെ. അപ്പം ഞങ്ങളുടെ ഈ ഒഴിവ് സമയങ്ങളിൽ ഈ കലാപരമായ കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കാറുണ്ട്. മ്യൂസിക് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എൻ്റെ ഭാര്യ ഒത്തിരി നാൾ മ്യൂസിക് പഠിച്ചതാണ്. നന്നായിട്ട് ഇത് സിന്തസൈസറാണ്, പിയാനോ നന്നായിട്ട് വായിക്കും, മറ്റുള്ള എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റും കൈകാര്യം ചെയ്യും. മോനും ഇപ്പോൾ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഒഴിവ് സമയങ്ങളിൽ ഞങ്ങളിങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഇത്ര മനോഹരമായ പൊൻകുന്നത്തിൻ്റെ ശാന്തസുന്ദരമായ ഈ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. എൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തി. ഇനിയിപ്പം പരിചയപ്പെടുത്താൻ പോകുന്ന ആൾ എൻ്റെ അമ്മയാണ്. പേര് മറിയാമ്മ എന്നാണ്. എൻ്റെ ചെറുപ്പത്തിലെ കുസൃതികളുടെ കാര്യങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും. എന്നാലും അമ്മച്ചി എന്താ പറയുന്നത് കേൾക്കാം. നല്ലതേ പറയാവുള്ളൂ കേട്ടോ. എനിക്ക് എല്ലാ തരത്തിലും എപ്പോഴും സപ്പോർട്ട്, അതായത് മോറലായിട്ടും എല്ലാ സപ്പോർട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും കലാപരമായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും ഇവരൊക്കെയാണ് എൻ്റെ പുറകിലുള്ളത്. ഫാദറും അതുപോലെ തന്നെ എൻകറേജ് ചെയ്തിരുന്നു. പുള്ളി ഇപ്പോഴില്ല, എങ്കിലും പുള്ളിയുടെ ഓർമ്മകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. എങ്കിലും അമ്മച്ചി എന്തെങ്കിലും പറയുന്നത് നോക്കാം. പറഞ്ഞു, എന്നെക്കുറിച്ച് എന്താ അമ്മച്ചിക്ക് പറയാനുള്ളത്? ഭയങ്കര കുസൃതിയായിരുന്നു. അണ്ണാനെയും പിന്നെ പൂച്ചയൊക്കെ പിടിച്ചോണ്ട് വരും, പിന്നെ വാഴക്കിട്ടൊക്കെ കുത്തി വെക്കുമായിരുന്നു. കുസൃതിയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ, വേറെ നല്ലതെന്ന് ചോദിച്ചു. എന്നാ പറയാനുള്ളത്? പിന്നെ ചെറുപ്പകാലത്തിലെ വല്ല ഓർമ്മകളും ഉണ്ടോ അമ്മച്ചി? ചെറുപ്പകാലങ്ങളിലോ? കലാപരമായ ഓർമ്മകളൊന്നും ഇല്ലല്ലേ? സ്കൂളിൽ പോകുന്ന കാര്യവും പിന്നെ അവിടെ കൊണ്ട് ചേർത്ത കാര്യവും തിരിച്ച് ലോറിയെ കയറി പോകുന്ന കാര്യവും. സ്കൂളിൽ പോകാൻ മടിയായിരുന്നല്ലേ? അമ്മച്ചിക്ക് 17 വയസ്സായപ്പോഴാണ് എൻ്റെ ഫാദർ അമ്മച്ചിയെ കല്യാണം കഴിക്കുന്നത്. അന്ന് തൊട്ടേ അമ്മച്ചി ഒരു എന്താ പറയുന്നത്, ഹൗസ് വൈഫ് എന്നുള്ളൊരു പദവിയാണ് അലങ്കരിച്ചത്. അപ്പോൾ പുറത്തെ ലോകത്തെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചായിരുന്നു പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ചിന്തകളും. അതിനുവേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സിനിമയെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല, എങ്കിലും ഞാൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ ഇടയ്ക്ക് പോയി കാണാറുണ്ട്, സന്തോഷിക്കാറുണ്ട്.